നമസ്കാരം. നമ്മുടെ എല്ലാ നാട്ടിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ മതസംഘടനയുടെയോ ഒന്നും ഭാഗമാവാതെ നിസ്വാർത്ഥമായി പൊതുപ്രവർത്തനം നടത്തുന്ന കുറച്ച് പേരുണ്ടാവും. അവർ സമൂഹത്തിലെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി സാധാരണ മനുഷ്യർക്ക് വെളിച്ചം പകരാൻ ശ്രമിക്കുന്നവരാണ്. നിസ്വാർത്ഥരായിരിക്കും. സാമ്പത്തിക ലാഭമൊന്നും അവർക്കുണ്ടാവില്ല. അവർ രാഷ്ട്രീയമായി ഒരു പദവിയിലും എത്തുകയുമില്ല. ഇത്തരക്കാരുടെ പ്രത്യേക താല്പര്യമാണ് എനിക്ക്. ഇവരാണ് വാസ്തവത്തിൽ സമൂഹത്തിന് വെളിച്ചം പകരുന്ന പോരാളികൾ. അത്തരത്തിൽ ഒരാളാണ് പാലായിലെ എബി ജെ ജോസ്. ഏതാണ്ട് 3 പതിറ്റാണ്ടായി എബി ജെ ജോസ് സാമൂഹ്യ പ്രവർത്തനം നടത്തി വരുന്നു. പാലായിലും പരിസര പ്രദേശത്തും പുസ്തക വായനയെ പ്രോത്സാഹിപ്പിക്കുക, നല്ല ശീലങ്ങൾ വളർത്തുക, ലഹരി അടക്കമുള്ളവയ്ക്കെതിരെ നിലപാടെടുക്കുക, ദേശീയപാതയെയും ദേശീയ ചിഹ്നങ്ങളെയും ആദരിക്കാൻ പഠിപ്പിക്കുക തുടങ്ങിയവയൊക്കെയാണ് എബിയുടെ പ്രവർത്തന മേഖലകൾ. ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട നിയമങ്ങളോ അതർഹിക്കുന്ന ബഹുമാനമോ നമ്മുടെ സാധാരണ മനുഷ്യർക്ക് മാത്രമല്ല രാഷ്ട്രീയക്കാർക്ക് പോലും നിശ്ചയമില്ല. എബി അത് മുഴുവൻ പഠിച്ച് ആരെങ്കിലും ദേശീയ പതാകയെ ആദരിക്കുന്നില്ലെങ്കിൽ അതിനെതിരെ നിയമപോരാട്ടം നടത്തി ശ്രദ്ധ നേടിയിട്ടുണ്ട് എബി. ലഹരിക്കെതിരെ കുട്ടികളെ സംഘടിപ്പിച്ച് അനേകം ക്യാമ്പയിനുകൾ നടത്തിയിട്ടുണ്ട്. ദേശീയ പതാകയ്ക്ക് വേണ്ടിയും ദേശീയ ഗാനത്തിനു വേണ്ടിയും നിയമ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ചെറുകിട പ്രസിദ്ധീകരണങ്ങൾ സ്വന്തമായി നടത്തി സാമൂഹിക വിപത്തിനെതിരെയും എബി ശബ്ദിച്ചിട്ടുണ്ട്. സിനിമാക്കാർ അമ്മ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയപ്പോൾ സിനിമാ പ്രേക്ഷകർക്ക് വേണ്ടി അമ്മായി എന്ന് പറയുന്ന ഒരു സംഘടന പോലും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നിരവധി വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധ നേടിയ വ്യക്തിത്വമാണ് എബി ജെ ജോസ്. നിർഭാഗ്യവശാൽ എബി ജെ ജോസിന് ഈ അടുത്ത കാലത്തെ ഒരു ചെറിയ രോഗമുണ്ടാവുകയും അതിന് ഓപ്പറേഷൻ നടത്തുമ്പോൾ വോക്കൽ കോഡിന് ഒരു ചെറിയ പ്രശ്നമുണ്ടാവുകയും ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇന്നലെ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആക്സിസ് ബാങ്ക് അദ്ദേഹത്തോട് ചെയ്ത ഒരു അനീതിയെക്കുറിച്ചാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. 401 രൂപ മാത്രമാണ് എബി ജെ ജോസിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എബി ആ 401 രൂപയ്ക്ക് വേണ്ടി ആരംഭിച്ചിരിക്കുന്ന പോരാട്ടം ആക്സിസ് ബാങ്കിന് ഉണ്ടാക്കാൻ പോകുന്നത് കോടികളുടെ നഷ്ടമാകും. കാരണം നമ്മുടെ ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും ഉപഭോക്താവിനോട് കാണിക്കുന്ന വലിയ അവഗണനയുണ്ട്. അവരെ എങ്ങനെയെങ്കിലുമൊക്കെ പിഴിഞ്ഞെടുക്കാൻ, അവരുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം അവരോട് ചോദിക്കാതെ അടിച്ചു മാറ്റാൻ ഇവർ പല ശ്രമങ്ങളും നടക്കും. ആരും തന്നെ അക്കൗണ്ട് ബാലൻസോ സ്റ്റേറ്റ്മെന്റോ പരിശോധിക്കാറില്ല എന്നതും, ഇനി അഥവാ കണ്ടാൽ പോലും ചെറിയ തുകയാവുമ്പോൾ അതെന്താണെന്ന് അറിയാതെ മനസ്സിലാക്കാതെ ഉപേക്ഷിക്കുന്നതുമാണ്. അങ്ങനെ നമ്മുടെ അലംഭാവം മൂലം പലപ്പോഴും ബാങ്കുകൾ എല്ലാവരിൽ നിന്നും അനാവശ്യമായി പലതും പിടിച്ചു വാങ്ങി കോടികൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെ നമ്മൾ കൊടുക്കേണ്ടാത്ത പണം അടിച്ചു മാറ്റി ഓരോ ബാങ്കുകളും ശതകോടികളാണ് ഉണ്ടാക്കുന്നത്. ഇതിനെതിരെ ആരും പ്രതികരിക്കാറില്ല. എന്നാൽ എബി അതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ആക്സിസ് ബാങ്കിൽ നിന്നുണ്ടായ ദുരനുഭവം എബി ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിച്ചു. ആക്സിസ് ബാങ്കിന്റെ പിടിച്ചുപറി അഥവാ കോർപ്പറേറ്റ് മോഷണം. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരു പ്രമുഖ സ്വകാര്യ ഇന്ത്യൻ ബാങ്കാണ് ആക്സിസ് ബാങ്ക് ലിമിറ്റഡ്. 1994 ഇത് UTI ബാങ്ക് എന്ന പേരിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. 2007 ജൂലൈ 30 UTI ബാങ്ക് അതിന്റെ പേര് മാറ്റി ആക്സിസ് ബാങ്ക് ലിമിറ്റഡ് എന്നാക്കിയത്. ആക്സിസ് ബാങ്കിന്റെ പാലാ ശാഖയിൽ 17 വർഷം മുമ്പ് 2008 5000 രൂപ മിനിമം ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ട് ഞാൻ എടുത്തു. അതിൽ മിനിമം ബാലൻസ് നിലനിർത്തി പോരുന്നതിനാൽ ഒരിക്കൽ പോലും മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിലുള്ള ബാങ്കിന്റെ പിടിച്ചുപറിയിൽ അകപ്പെട്ടില്ല. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട് പണിയുമായി ബന്ധപ്പെട്ട കാര്യത്തിനായി സുഹൃത്തിൻ്റെ 80,000-ഓളം രൂപ ഈ അക്കൗണ്ടിൽ കിടന്നു. പിന്നീട് സുഹൃത്ത് ആവശ്യപ്പെട്ടപ്പോൾ ആ പണം തിരികെ നൽകി. കഴിഞ്ഞ ദിവസം അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ 401 രൂപ 93 പൈസ അക്കൗണ്ടിൽ നിന്നും നഷ്ടപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടു. വിശദമായി പരിശോധിച്ചപ്പോൾ സെപ്റ്റംബർ മാസം ആവറേജ് മിനിമം ബാലൻസ് ഇല്ലാതെ പോയതിൻ്റെ പേരിൽ ബാങ്ക് പിഴ ഈടാക്കിയതാണെന്ന് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാനെടുത്ത അക്കൗണ്ടിലെ ആവറേജ് മിനിമം ബാലൻസായ 5000 രൂപയിൽ താഴെ പോയിട്ടില്ല. ഇതേ തുടർന്ന് ആക്സിസ് ബാങ്കിന്റെ പാലാ ശാഖയിൽ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറയുന്നു ആവറേജ് മിനിമം ബാലൻസ് താഴെ പോയെന്ന്. 5000 രൂപയിൽ താഴെ പോയിട്ടില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ അക്കൗണ്ടിൻ്റെ ആവറേജ് മിനിമം ബാലൻസ് 25,000 രൂപയാണെന്നാണ്. 25,000 രൂപ ആവറേജ് മിനിമം ബാലൻസ് ഉള്ള അക്കൗണ്ട് ഞാൻ എടുത്തിട്ടില്ലെന്ന് അവരോട് പറഞ്ഞു. എങ്കിൽ അക്കൗണ്ട് പരിധി ഉയർത്താൻ ഞാൻ നൽകിയ അപേക്ഷ കാണിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. തുടർന്ന് അവർ എൻ്റെ അക്കൗണ്ട് വിവരങ്ങൾ വിശദമായി പരിശോധിച്ചു. അതിനുശേഷം അവർ പറഞ്ഞ മറുപടി എന്നെ ഞെട്ടിച്ചു. എൻ്റെ സുഹൃത്ത് നൽകിയ പണം അക്കൗണ്ടിൽ കിടന്നിരുന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് സ്വയം എൻ്റെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് പരിധി ഉയർത്തുകയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. പിന്നീട് അവർ പറഞ്ഞ കാര്യം ഏറെ വിചിത്രം. അക്കൗണ്ട് പരിധി ഉയർത്തുന്നത് സംബന്ധിച്ച് അവർ ഒരു ഇമെയിൽ എനിക്ക് അയച്ചിരുന്നു അത്രേ. അക്കൗണ്ടിൽ കൂടുതൽ പണമുള്ള സാഹചര്യത്തിൽ മിനിമം ബാലൻസ് പരിധി ഉയർത്തേണ്ടതില്ല എന്ന് ഞാൻ ഇമെയിലിന് മറുപടി കൊടുത്തില്ലെങ്കിൽ ബാങ്ക് സ്വയം ആവറേജ് മിനിമം ബാലൻസ് പരിധി ഉയർത്തുമെന്നായിരുന്നു ഇമെയിലിൻ്റെ ഉള്ളടക്കം. അതായത് എൻ്റെ പണം ഞാൻ സ്വന്തമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള അവകാശം പോലും കവർന്നെടുക്കുകയാണ് ആക്സിസ് ബാങ്ക് ചെയ്തത്. എൻ്റെ മാത്രമല്ല, ഇന്ത്യയിലെ നിരവധി
ഉപഭോക്താക്കളുടെ പണം ആക്സിസ് ബാങ്ക് ഈ വിധം കവരുന്നുണ്ടെന്ന് ഉറപ്പാണ്. ഞാൻ എൻ്റെ പണം സൂക്ഷിക്കാൻ വിശ്വസിച്ച് ആക്സിസ് ബാങ്കിനെ ഏൽപ്പിച്ചതാണ്. എന്നാൽ എൻ്റെ അറിവോ സമ്മതമോ കൂടാതെ ബാങ്കിന് ലാഭമുണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടെ വ്യാജരേഖകൾ ചമച്ച് എൻ്റെ പണം മോഷ്ടിച്ചെടുക്കുകയാണ് ആക്സിസ് ബാങ്ക് ചെയ്തിരിക്കുന്നത്. അതിനെ ആവറേജ് മിനിമം ബാലൻസ് ബാങ്ക് സ്വയം ഉയർത്തി അത് പാലിച്ചില്ലെന്ന വ്യാജ കാരണമുണ്ടാക്കി അതിൻ്റെ പിഴ എന്ന പേരിലാണ് കവർച്ച. ഇത് ആക്സിസ് ബാങ്കിൻ്റെ കോർപ്പറേറ്റ് മോഷണമാണ്. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ചതി, വഞ്ചന, തട്ടിപ്പ്, ചീറ്റിംഗ് ആൻഡ് ഫ്രോഡ് വകുപ്പ് 318, സെക്ഷൻ 318, വകുപ്പ് 318(4) വ്യാജരേഖാ നിർമ്മാണം, ഫോർജറി, വകുപ്പ് 303 മോഷണം, വകുപ്പ് 314 സത്യസന്ധമല്ലാത്ത രീതിയിൽ സ്വത്ത് ദുരുപയോഗം ചെയ്യൽ എന്നീ കുറ്റകൃത്യങ്ങളാണ് ആക്സിസ് ബാങ്ക് ചെയ്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ആക്സിസ് ബാങ്കിന്റെ പണം മോഷണത്തിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയും ഈ കോർപ്പറേറ്റ് മോഷണത്തിനെതിരെ പ്രചാരണം നടത്തുകയും ചെയ്യും. ഈ വിഷയത്തിൽ ആക്സിസ് ബാങ്ക് അനധികൃതമായി ഉയർത്തിയ പരിധി അവരുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ നീക്കം ചെയ്ത് പാരിശ്രമിക ഖേദം പ്രകടിപ്പിക്കുകയും മോഷ്ടിച്ചെടുത്ത എൻ്റെ പണം തിരികെ നിക്ഷേപിക്കുകയും എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്കും മാനസിക വ്യഥകൾക്കും നഷ്ടപരിഹാരം നൽകുകയും ചെയ്യേണ്ടതാണ്. എബിയുടെ കുറിപ്പ് ആക്സിസ് ബാങ്ക് ശ്രദ്ധിക്കുമോ എന്ന് ഉറപ്പില്ല. കാരണം എബി ആക്സിസ് ബാങ്കിന് അയച്ച പരാതി അവർ കണ്ടതായി പോലും നടിച്ചിട്ടില്ല. ആക്സിസ് ബാങ്കിന് ഉചിതം ഇപ്പോൾ തന്നെ എബി ആവശ്യപ്പെട്ടത് പ്രകാരം അടിച്ചു മാറ്റിയ പണവും ചെറിയൊരു നഷ്ടപരിഹാരവും കൊടുത്ത് തെറ്റ് തിരുത്തി മാപ്പ് പറയുകയാണ്. അല്ലാതെ ആക്സിസ് ബാങ്ക് നിശബ്ദത പാലിച്ചു മുമ്പോട്ട് പോയാൽ ഏതറ്റം വരെ പോയി നിയമ പോരാട്ടം നടത്താനുള്ള ഇച്ഛാശക്തിയുള്ളയാളാണ് എബി എന്ന പൊതുപ്രവർത്തകൻ. എബിയുടെ പോരാട്ടത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് ആക്സിസ് ബാങ്ക് ഉപഭോക്താക്കൾ അണിചേരുകയും അവരൊക്കെ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച് ഇതേ നടപടിയിലേക്ക് പോവുകയും ചെയ്താൽ പണി പാളും. ആക്സിസ് ബാങ്ക് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ബാങ്കുകളൊക്കെ ഇത്തരം കൊള്ള നടത്തുന്നുണ്ടെങ്കിൽ എബിയെ പോലെ നമ്മളൊക്കെ പോരാട്ടമുഖം തുറക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എബിയുടെ ശബ്ദം അത്ര മികച്ചതല്ലെങ്കിലും എബി ഇതേക്കുറിച്ച് എന്നോട് പറഞ്ഞതുകൂടി കേൾക്കുക. എബി, നമസ്കാരം. നമസ്കാരം. എബിയുടെ ശബ്ദം മെച്ചപ്പെട്ടു വരുന്നു അല്ലേ? ശബ്ദം മെച്ചപ്പെട്ടു വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നായിരുന്നു ആ സംഭവം? ശബ്ദത്തിന്റെ തന്നെ അവിടെ ചികിത്സയ്ക്കിടെ ഇടയിൽ സംഭവിച്ച പിഴവാണോ? അത് നമ്മൾ നോക്കുകയാണ്. അതായത് പാരാതൈറോയിഡിന്റെ ഒരു സർജറി ചെയ്തപ്പം അതേ തുടർന്ന് വോക്കൽകോഡിനുണ്ടായ ഡാമേജ് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. കൂടുതൽ ചികിത്സ നടത്തി വരികയാണ്. ഓക്കെ 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 നടക്കട്ടെ. ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റിനെ കുറിച്ച് അറിയാൻ വിളിച്ചായിരുന്നു, നമ്മുടെ ആക്സിസ് ബാങ്കിന്റെ. അപ്പൊ ഇവര് നിങ്ങളെ അറിയിച്ചിട്ടേ ഇല്ല ഈ നിങ്ങളുടെ ഈ മിനിമം ബാലൻസ് കൂട്ടി എന്നുള്ള കാര്യം? അറിയിച്ചിട്ടില്ല. അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് നമുക്കൊരു സാധാരണ ഒരു കസ്റ്റമർക്ക് ഇഷ്ടമായ മെയിൽ അയക്കില്ല, എല്ലാവർക്കും അവർ അയക്കുന്നുണ്ട്. അതുപോലെ ഒരു മെയിൽ അയച്ചിരിക്കുകയാണ്. ആ മെയിലിൽ അവർ പറഞ്ഞത്, ആ മെയിലിൽ പറയുന്നത് നമ്മൾ അവരുടെ 25,000 ഇതിന്റെ പരിധി വർദ്ധിപ്പിച്ചിരിക്കുകയല്ല. മിനിമം ബാലൻസ് അല്ലെങ്കിൽ അതിന്റെ അക്കൗണ്ടിന്റെ പരിധി മിനിമം ബാലൻസ് 25,000 വർദ്ധിപ്പിക്കുകയാണ്. നിങ്ങൾ ഇത് വേണ്ടാന്ന് പറഞ്ഞില്ലെങ്കിൽ അവരത് സ്വമേധയാ ആക്കുകയാണെന്നാണ് പറഞ്ഞത്. അല്ല, ഈ മിനിമം ബാലൻസ് വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യകത നമുക്ക് ആവശ്യമൊന്നുമില്ല. നമുക്ക് മിനിമം ബാലൻസ് കുറഞ്ഞിരിക്കുന്നതല്ലേ നമുക്ക് നല്ലത്. അതെ, നമുക്ക് അത് പല ഫെസിലിറ്റികൾ കൂടുതലുള്ള ആവശ്യക്കാർക്ക് അത് എടുക്കാം. അങ്ങനെ 25,000 വേറെ സർവീസുകൾക്ക് വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്കതിന്റെ ആവശ്യമില്ല. അത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാതെ അതെടുക്കേണ്ട കാര്യം അവർക്ക് അത് നമ്മളെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. മനസ്സിലായി. നിങ്ങൾക്ക് കത്തായിട്ട് തന്നൂല്ല, ഇമെയിൽ മാത്രമേ ഉള്ളൂ? അതെ, അത് കണ്ടുമില്ല. 100 കണക്കിന് മെയിൽ വരുന്നതിനിടയ്ക്ക്. അല്ല, ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിങ്ങള് ഇമെയിൽ സർവീസ് മാത്രം മതി എന്നുള്ള എഴുതി കൊടുത്തിട്ടുണ്ടോ? ഇതൊന്നുമില്ല, ഒരിക്കലും ഇല്ല. അപ്പൊ പിന്നെ ഇപ്പൊ എന്താ നിയമ നടപടി എടുക്കാൻ പോകുന്നത് നിങ്ങള്? ഇത് നമ്മളിതിപ്പം ഇത് സംബന്ധിച്ച് ബാങ്കുകാർ അവരുടെ ഓഫീസിലേക്ക് പരാതി അയച്ചിട്ടും അവർ മൈൻഡ് ചെയ്തിട്ടില്ല. മെയിൽ അയച്ചിരുന്നു. നമ്മൾ അങ്ങോട്ട് മെയിൽ കൊടുത്താൽ അവരത് മൈൻഡ് ചെയ്യുന്നില്ല. ഇങ്ങോട്ട് നമുക്ക് ഇതിനകത്ത് അവർ തന്നതും പറഞ്ഞതും അനുസരിച്ചാണെങ്കിൽ നമുക്കൊരു നമ്മുടെ പേര് വെച്ച് വേണമല്ലോ ഒരു ഇത് വരണം, ലെറ്റർ വരണം. ഇതൊന്നും വലിയ കസ്റ്റമർ എല്ലാവർക്കും ഇത് പോവുകയാണ്. ഇതിങ്ങനെ അക്കൗണ്ടിൽ എന്തെങ്കിലും പൈസ കൂടുതൽ വന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് ഫെസിലിറ്റി കൂടുതൽ തരുവാണ്, നിങ്ങൾക്ക് ഇത് വർദ്ധിപ്പിക്കുക എന്ന് പറയുകയാണ്. ആളുകൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ നിയമ നടപടി ഇപ്പം ഓംബുഡ്സ്മാനും റിസർവ് ബാങ്കിലും പരാതി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നതായി തന്നെ അത്
നമ്മൾ കേസ് പോലീസിൽ പരാതി കൊടുക്കാൻ പോകാം. സത്യത്തിൽ മോഷണമാണല്ലോ. അതെ. അപ്പൊ എസ് പിക്കും സ്റ്റേഷനിലേക്കും പരാതി അയക്കുന്നു. അതെ, പരാതി അയക്കുന്നു. DGPക്കും SP-ക്കും ലോക്കൽ പോലീസിലും കൊടുക്കാനാണ് ഇരിക്കുന്നത്. എന്നിട്ട് അവർ കേസ് എടുക്കുന്നില്ല, CMP ഫയൽ ചെയ്യും പാലായിൽ. അതെ അതെ അതെ, നിയമപരമായിട്ടുള്ള നടപടികൾ ചെയ്യും. കാരണം ഇത് നമ്മളെ ഒരാളെ ബാധിക്കുന്ന വിഷയമല്ലിത്. മനസ്സിലായി. ഇത് ഇങ്ങനെ ഒരുപാട് പേരുടെ പൈസ പോകുന്നുണ്ട്, പലരും ഇത് ശ്രദ്ധിക്കുന്നില്ല. അല്ല, ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ഈ താല്പര്യം. അതായത് ഈ ആളുകളുടെ പണം പോകുന്നു അറിയുന്നില്ല. അതുപോലെ തന്നെ ആളുകൾ പലതും എന്നെ ഒന്നും പുറകെ പോകത്തില്ല. അതുകൊണ്ട് ബാങ്കുകൾ പറ്റിച്ച്. അതെ, തീർച്ചയായിട്ടും. അല്ല, ഇത് പറ്റിക്കുന്ന ഇത് മാർഗങ്ങൾ ഓരോന്ന് കണ്ടുപിടിക്കുന്നതാണ്. മനസ്സിലായി. അല്ലെങ്കിൽ പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കുകയാണ്. നമ്മൾ ഒരു വിധത്തിൽ എന്തെങ്കിലും ആളുകൾ കണ്ടുപിടിച്ച് അത് ചോദ്യം ചെയ്ത് തിരിച്ചു വരുമ്പം ഈ രീതിയിൽ സാധാരണഗതിയിൽ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ നേരിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം എന്ന് പറയുന്നതിന് പകരം നിങ്ങളിത് എടുത്തില്ലെങ്കിൽ ഞങ്ങളിത് കൂട്ടുകയെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അതുപോലെ കൺസ്യൂമർ കോടതിയിൽ ഒരു കേസ് കൊടുക്കണം. കാരണം അത് ക്രിമിനലായിട്ടല്ല, അത് പതിയെ മതി നിങ്ങളുടെ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട്. അതെ 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 അതെ. എന്തായാലും നിങ്ങളുടെ എല്ലാ ഇത്തരം പരിപാടികൾക്കും പിന്തുണ. ഇപ്പോഴും നിങ്ങൾ ഈ ബേസിക്കലി നിങ്ങളുടെ സ്ഥാപന ഓർഗനൈസേഷനില്ലേ അവിടെ? അതെ, മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ. നമ്മൾ ഈ ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കുമ്പോഴാണ് പൊതുവെ ഇടപെടുന്നത് അല്ലേ? അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇങ്ങനെയുള്ള പൊതു കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇടപെടുന്നുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെയാണ് ചെയ്തു വരുന്നത്.